വാർത്തകൾ തുടരുന്നു. ICU പീഡനക്കേസ് അതിജീവിത നീതി തേടി സമരവുമായി വീണ്ടും തെരുവിലിറങ്ങി. തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താത്ത ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാത്തതിനാലാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ അതിജീവിത വീണ്ടും സമരം തുടങ്ങിയത്. IG നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നീതി തേടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ടെന്ന് അതിജീവിത കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഉത്തരമേഖല IG ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ICU പീഡനക്കേസിലെ അതിജീവിതയ്ക്ക് വീണ്ടും തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന് മുൻപിൽ അതിജീവിതയും മറ്റ് സമരസമിതി പ്രവർത്തകരുമെല്ലാം തന്നെ സമരം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് അതിജീവിത തന്നെ പ്രതികരിക്കുകയാണ്. നേരത്തെ ഉത്തരമേഖല IG നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെടാത്ത സാഹചര്യമാണ്. അതാണ് വീണ്ടും സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. തീർച്ചയായിട്ടും അവർ 3 ദിവസമാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞു, ഇതുവരെ മറുപടി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇനി സമരവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ. ഈ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കാത്തതിന് പിറകിൽ മാത്രമല്ല, അന്ന് കൊട്ടിക്കലാശത്തിന്റെ അന്നായിരുന്നു നിങ്ങൾ റോഡിലിറങ്ങി സമരം നടത്തുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷമാണ് പോലീസ് ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി ചർച്ച വിളിക്കുന്നത്. അതൊക്കെ ഒരു രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു അറ്റൻഡർ ആയിട്ടുള്ള ആളെ ഇത്രയും സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു പീഡനം നടന്ന് അയാൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ സർക്കാരിനെ കൊണ്ട് നമുക്ക് എല്ലാ സഹായമുണ്ട്. ഇത് എനിക്ക് സഹായമുണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും എവിടെ നിന്നും ഇതുവരെ എനിക്കൊരു നീതിയോ ഒരു സഹായമോ ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ നിരന്തരം നിങ്ങൾ ഇതിനുവേണ്ടി ആവശ്യപ്പെടുന്നു, അതിനുശേഷം സമരം നടത്തേണ്ടി വരുന്നു, പ്രതിഷേധിക്കേണ്ടി വരുന്നു, എന്നിട്ടും നീതി ലഭിക്കുന്നില്ല. ഇനി എന്താണ് തുടർന്നുള്ള പ്രവർത്തനം? ഞാൻ ഹർജി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിലെ. നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോകാനാണ് തീരുമാനം. ഈ സമരത്തിൽ ഒപ്പമുള്ള നൌഷാദ് തെക്കയിലും ചേരുകയാണ്. നൌഷാദ്, ഇനിയിപ്പോ എന്താണ് ഇതിന്റെ ഒരു തുടർ പ്രവർത്തനം? ഹൈക്കോടതിയിലേക്ക് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇനി നിയമത്തിന്റെ വഴിയാണ് ഈ സമരത്തിന് കൂടാതെ നമ്മളിതിൽ ചെയ്യുന്നത് ഒരു പൗരന് ഇന്ത്യ രാജ്യത്ത് അവസരം ലഭിക്കുന്ന രീതിയിലുള്ള നിയമപ്രകാരമുള്ള സമരങ്ങളും അതുമായിട്ടുള്ള ഹർജികളും മറ്റുള്ള എല്ലാ നിയമ സംവിധാനത്തിന് മുമ്പിൽ എത്തിക്കുകയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഘട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും ആ നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥരെ ഇവിടെ പ്രതികരിക്കാൻ ജനമുണ്ട് എന്നും ജനങ്ങളിത് മനസ്സിലാക്കുമെന്നും ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൽ കൂടിയാണ് നമ്മൾ ഈ സമരങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നീതി ലഭിക്കില്ല എന്ന് കണ്ടതോടുകൂടി അതിജീവിത ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിജീവിതയ്ക്ക് വൈകാതെ തന്നെ നീതി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ക്യാമറ പേഴ്സൺ വാസിം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കണ്ണൂർ ചെറുപുഴയിൽ സ്കൂട്ടർ ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. നാട്ടക്കല്ല് സ്വദേശി P. കുമാരനാണ്